Good morning everybody. Litmaster YouTube ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓഫർ ചെയ്യുന്ന അതർ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പൺ കോഴ്സ് 5th സെമസ്റ്ററിലെ ഓപ്പൺ കോഴ്സ് ഫിലിം സ്റ്റഡീസ് എന്ന സബ്ജക്റ്റാണ്. ഫിലിം സ്റ്റഡീസിൽ എന്ന സബ്ജക്റ്റ് അതിൻ്റെ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ ചാപ്റ്ററായ ബേസിക് ടെർമിനോളജി ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആദ്യമായി ഈ സബ്ജക്റ്റ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇതിലൂടെ കടന്നു പോകുന്നത് എന്ന് സ്ലൈഡുകൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക് ടെർമിനോളജി ഓഫ് ഫിലിം മേക്കിംഗ് ഒന്നാമത്തെ ചാപ്റ്റർ വരും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് റാൺസ് ഓഫ് ഫിലിംസ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വരും. മൂവ്മെൻറ്റ്സ് ഓഫ് ഫിലിംസ് തേർഡ് ചാപ്റ്റർ ആയിട്ട് ഉണ്ടാകും. പിന്നെ ഫിലിം തിയറീസ് 4ാമത്തെ ചാപ്റ്റർ ഉണ്ടാവും. 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് വേൾഡ് ക്ലാസിക് ഫിലിംസ്, അതേപോലെ തന്നെ ഏഷ്യൻ പനോരമയിലും വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വളരെ ക്ലാസിക്കുകളായിട്ടുള്ള ഫിലിമുകളെ നമുക്ക് പഠിക്കാനുണ്ടാകും. ഇത്രയാണ് ഈ ഓപ്പൺ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. ഇത് നമുക്കറിയാം 50 മാർക്കിനാണ് ഓപ്പൺ കോഴ്സ് പരീക്ഷ നടക്കുക. 2 മണിക്കൂർ എക്സാമിനേഷൻ ഉണ്ടാവുകയുള്ളൂ. വളരെ ചുരുങ്ങിയ 10 മാർക്കിൻ്റെ പിന്നെ ഇൻറ്റേർണൽ മാർക്കുമാണ് ഇതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 വീക്കിൽ നടക്കുന്ന ഒരു ക്ലാസ്സാണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. ഫിലിം സ്റ്റഡീസിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. ഫിലിം സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിലിം നിർമ്മാണത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടേമുകളാണ് നമ്മളിതിലൂടെ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് മൈസ്-എൻ-സീൻ എന്നത് നോക്കാം. ഇത് ഫിലിം സ്റ്റഡീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു പാർട്ടാകുന്നു. ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ പഠിക്കാനുള്ള കുറച്ച് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണിത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ്. മൈസ്-എൻ-സീൻ ഈസ് എ ഫ്രഞ്ച് ടേം വിച്ച് മീൻസ് ലിറ്ററലി പുട്ട് ഇൻ ദ സീൻ. ഇതൊരു ഫ്രഞ്ച് വാക്കാണ്. ഇതിൻ്റെ അർത്ഥം പുട്ട് ഇൻ ദ സീൻ എന്നാണ്. സീനിൽ നമ്മൾ ഓരോന്നിനെയും സന്നിവേശിപ്പിക്കുക, അതിനെ അവതരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. Mise-en-scène is an expression used to describe the design aspects of a theater of film production, which essentially means visual theme or telling a story, both in visually artful ways through storyboarding, cinematography, and stage design, and in poetically artful ways through direction. വ്യത്യസ്തമായ രീതിയിൽ ഒരു ആശയത്തെ ഒരു സീനിലേക്ക് കൊണ്ടുവരാനുള്ള, വിഷ്വലൈസ് ചെയ്യാനുള്ള ശ്രമത്തെയാണ് മൈസ്-എൻ-സീൻ എന്ന് പറയുക. ടു ഡിസ്ക്രൈബ് ദ ഡിസൈൻ ആസ്പെക്ട്സ് ഓഫ് എ തിയേറ്റർ. It is used to describe the design aspects of a theater or a film production, which essentially means visual theme. വിഷ്വൽ ഉപയോഗിച്ചിട്ട് കഥ പറയുക, പിന്നെ എന്താ പറയുക, ആശയങ്ങളെ പ്രകടിപ്പിക്കുക എന്നതാണ്. തീമിനെ പറയുക. Or telling a story using visuals, both in visually artful ways through storyboarding. അത് വിഷ്വലി ആർട്ട്ഫുൾ ആയിട്ടുള്ള വേയിലൂടെ ആയിരിക്കാം. സ്റ്റോറി ബോർഡ് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഫിലിം നിർമ്മാണ വേളയിൽ ഡയറക്ടേഴ്സിന് സഹായകമാകുന്ന രീതിയിൽ ഓരോ ഷോട്ടുകളെയും ചിത്രകഥാരൂപത്തിൽ വരക്കുന്നതിനെയാണ് സ്റ്റോറി ബോർഡിംഗ് എന്ന് പറയുക. അത് നമ്മൾ ശേഷം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി ബോർഡിംഗ്, സിനിമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാമറയാണ്. സിനിമയിലെ ക്യാമറ ചെയ്യുന്നതിന് സിനിമറ്റോഗ്രാഫി എന്ന് പറയാം. ആൻഡ് സ്റ്റേജ് ഡിസൈൻ, നാടകമാകുമ്പോഴാണ് സ്റ്റേജ് ഡിസൈൻ ആവുക, സിനിമയാകുമ്പോൾ സെറ്റ് ഡിസൈൻ ആണ് ഉണ്ടാവുക. ആൻഡ് ഇൻ പൊട്ടൻഷ്യലി ആർട്ട്ഫുൾ വേസ് ത്രൂ ഡയറക്ഷൻ. ഇൻ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഡയറക്ഷൻ, ത്രൂ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഡയറക്ഷൻ വി ആർ ഇൻറ്റൻഡിങ് ടു ട്രാൻസ്മിറ്റ് എ തീം ഓർ ടു എസ്റ്റാബ്ലിഷ് എ തീം. ഒരു തീം എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തീമിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ശ്രമത്തെയാണ് മൈസ്-എൻ-സീൻ എന്ന് പറയുക. ഇതിന് ഡിഫറെൻ്റ് ആയ അർത്ഥങ്ങൾ പലരും കൊടുത്തിട്ടുണ്ട്. മൈസ്-എൻ-സീൻ ഹാസ് ബീൻ കാൾഡ് ഫിലിം ക്രിറ്റിസിസംസ് ഗ്രാൻഡ് അൺഡിഫൈൻഡ് ടേം. ഇൻ ഫിലിം ക്രിറ്റിസിസം ഇറ്റ് ഈസ് എ ഗ്രാൻഡ് അൺഡിഫൈൻഡ് ടേം. ദിസ് ടേം കുഡ് നോട്ട് ബി ഡിഫൈൻഡ് പെർഫെക്റ്റ്ലി ഇൻ ഫിലിം ക്രിറ്റിസിസം. ഫിലിം ക്രിറ്റിസിസത്തിൽ ഈ ടേം വളരെ പെർഫെക്റ്റ് ആയിട്ട്
പിന്നെ ഡിഫൈൻ ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. വ്യക്തങ്ങളായ അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. എവറിത്തിങ് ചില അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. എവറിത്തിങ് ഗോസ് ഇൻ ടു ദ കോമ്പോസിഷൻ ഓഫ് everything that goes into the composition of the shot, including the composition itself, framing, movement of the camera and characters, lighting, set design, and general visual movement, even sound, as it helps elaborate its composition. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുക. Composition of the shot, the elements which assist in composition of a shot, ഇൻക്ലൂഡിങ് ദ കോമ്പോസിഷൻ ഇറ്റ് സെൽഫ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിർമ്മാണം, അതുൾപ്പെടെയുള്ള എല്ലാം. ഏതൊക്കെ? ഫ്രെയിമിങ്, ഹൗ വി ആർ ഫ്രെയിമിങ്. നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഏതൊക്കെ വരുന്നു എന്ന് തീരുമാനിക്കുമല്ലോ, അതിനാണ് ഫ്രെയിമിങ് എന്ന് പറയുക. സാധാരണ ക്യാമറ, നമ്മളൊക്കെ ക്യാമറ ഉപയോഗിക്കുന്ന ആളുകളാണ്, മൊബൈലിൻ്റെ ഒക്കെ ക്യാമറകൾ. അപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്നു എന്ന് നമ്മൾ തീരുമാനിക്കും, ക്യാമറമാൻ തീരുമാനിക്കും. ഫ്രെയിമിങ്. മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാമറ, വ്യത്യസ്ത തരത്തിലുള്ള മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാമറ നമ്മൾ ശേഷം പഠിക്കാൻ പോകുന്നുണ്ട്. സൈഡിലേക്ക് തിരിക്കുന്നതിന് പാനിങ് എന്ന് പറയും, മുകളിലോട്ടും താഴോട്ടൊക്കെ തിരിക്കുന്നതിന് ടിൽറ്റിംഗ് എന്ന് പറയും, സൂമിങ്, സൂം ഔട്ട് ഒക്കെ നമുക്കറിയാം. ആൻഡ് ക്യാരക്ടേഴ്സ്, മൂവിങ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ആർ മൂവിങ് ഫ്രം വൺ പാർട്ട് ടു അനദർ പാർട്സ്. ദേ ആർ വാക്കിംഗ്, ദേ ആർ റണ്ണിങ്. ദ മൂവ്മെൻറ്റ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കോമ്പോസിഷൻ ഓഫ് ഷോട്ട്സ്. Lighting is another important thing in film composition or cinematography. There are different types of lights that should be studied later. Set design is another important thing. Set design നമുക്കറിയാം, ഓരോ സെറ്റിനും വേണ്ടിയിട്ട് ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ സെറ്റുകൾ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത കാലത്തായിട്ട് ഒരു സെറ്റ് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ഒരു ഫിലിമിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളി, ക്രിസ്ത്യൻ പള്ളിയെ ഒരു സെറ്റായിട്ട് നിർമ്മിക്കുകയും അതിൽ പൊളിക്കുകയും അതിൽ ചായം തേക്കുകയൊക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു വിവാദം നമ്മൾ കേട്ടിട്ടുണ്ടാകും. സെറ്റ് ഡിസൈൻ ആൻഡ് ജനറൽ വിഷ്വൽ മൂവ്മെൻറ്റ്, എൻവിറോൺമെൻറ്റ്, വ്യത്യസ്തമായിട്ടുള്ള വിഷ്വൽ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷ്വൽ എവിടെയൊക്കെ പോകുന്നു, ആ എൻവിറോൺമെൻറ്റ്, ഇതൊക്കെ മൈസെൻസീനിൽ വരും. ഈവൻ sounds we know it may be added later. Different sounds of characters, sounds of other creatures, sounds of other equipments, these should be added later, but it is also come under Mise-en-Scène, as it helps elaborate the composition. These things helps to elaborate the composition of film നിർമ്മാണത്തിന് സഹായിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, Mise-en-Scène also includes the composition which consists of the positioning and movement of actors as well as objects in the shot. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, it includes composition which consists of positioning and movement of actors. We already said about it. Positioning and movement of characters. ഒരു ക്യാരക്ടർ എവിടെ നിന്ന് വരുന്നു, അയാൾ എവിടേക്ക് പോകുന്നു, അയാളുടെ മൂവ്മെൻ്റ് എന്താണ്. പലപ്പോഴും ചില സിനിമ മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. ആ സിനിമയിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ദ ഹീറോ പോലത്തെ സിനിമ, അതുപോലെ ഉദയനാണ് താരം എന്ന സിനിമ, ഈ സിനിമയിലൊക്കെ, മലയാള സിനിമകളാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ സിനിമകളിലൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഫിലിം മേക്കിങ്ങിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന്, ക്യാരക്ടേഴ്സ് മൂവിങ്. നമ്മൾ ഫിലിം കാണുമ്പോൾ അത് ഒറ്റ സീനായിട്ട്, ഒറ്റ ഷോട്ടായിട്ട്, സീക്വൻസിലാണ് നമ്മൾ കാണുക. പക്ഷെ മൂവ്മെൻറ്റ് ഫ്രം വൺ പാർട്ട് ടു അനദർ പാർട്ട്, പ്രത്യേകിച്ചും ഉദയനാണ് താരം എന്നതിലെ അവസാനത്തെ പിന്നെ ഒരു സീനുണ്ട്. ഫിലിമിലെ അവസാനത്തെ സീനല്ല, പിന്നെ സരോജ് കുമാർ എന്ന ക്യാരക്ടർ അവസാനം ഒരു ഫിലിമിൽ വേണ്ടിയിട്ട് അയാളുടെ ഫിലിമിൻ്റെ അവസാനത്തെ ഭാഗം ഷൂട്ട് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ പിന്നെ അയാൾ എങ്ങനെ അവിടേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത്, ആ മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതിൽ പെടുന്നതാണ് Mise-en-Scène. These are all the areas overseen by the director, and thus in French film critics the director's title is Metteur en Scène, placer of scene. അത് ഇൻവെർട്ടഡ് കോമയിലുള്ളതാണ്, Metteur en Scène. ഇതൊക്കെ ചെയ്യുന്ന ആള്, ഇതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ആള് ഡയറക്ടറാണ്. സോ ഇൻ ഫ്രഞ്ച് ഹി ഈസ് നോൺ ആസ് Metteur en Scène.
which means placer on scene. സീനിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ, അതിനെ പ്ലേസ് ചെയ്യുന്ന ആൾ എന്നർത്ഥത്തിൽ ഡയറക്ടറെ മെറ്റർ ആൻഡ് സീൻ എന്ന് പറയും. അത് അണ്ടർലൈൻ ചെയ്യാം. മെറ്റർ ആൻഡ് സീൻ എന്ന് ഡയറക്ടറെ പറയും. ഫോർ സം ഫിലിം ക്രിറ്റിക്സ് ഇറ്റ് റെഫേഴ്സ് ടു ഓൾ എലമെന്റ്സ് ഓഫ് വിഷ്വൽ സ്റ്റൈൽ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം Mise-en-Scene എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്റ്റൈലാണ് വ്യത്യസ്തമായ. ദാറ്റ് ഈസ് ബോത്ത് എലമെന്റ്സ് ഓൺ ദ സെറ്റ് ആൻഡ് ആസ്പെക്ട്സ് ഓഫ് ദ ക്യാമറ. സെറ്റിലും അതേപോലെ ക്യാമറയിലുള്ള വ്യത്യസ്തമായ ആസ്പെക്റ്റുകളെയാണ്, ക്യാമറയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ആസ്പെക്റ്റുകൾ, അതേപോലെ സെറ്റിൽ ഉപയോഗിക്കുന്ന ആസ്പെക്റ്റുകളെയാണ് Mise-en-Scene എന്ന് പറയാം. എന്നാൽ ഫോർ അതേഴ്സ് സച്ച് ആസ് US ഫിലിം ക്രിറ്റിക് ആൻഡ്രൂ സാരിസ്, ഇറ്റ് ടേക്സ് ഓൺ മിസ്റ്റിക്കൽ മീനിങ്സ് റിലേറ്റഡ് ടു ദ ഇമോഷണൽ ടോൺ ഓഫ് എ ഫിലിം. ഒരു ഫിലിമിൻ്റെ മിസ്റ്റിക്കൽ മീനിങ് ആണ്, അതിൻ്റെ അർത്ഥതലങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് Mise-en-Scene എന്നാണ് US ഫിലിം ക്രിറ്റിക് ആൻഡ്രൂ സാരിസ് അടക്കമുള്ള ആളുകളുടെ അഭിപ്രായം. ഇൻ ജർമ്മൻ ഫിലിം മേക്കിംഗ് ഇൻ ദ 1910 and 1920s, one can observe tone, meaning and narrative information conveyed through Mise-en-Scene. വളരെ പ്രധാനപ്പെട്ടതാണ്. 1910, 20 കാലഘട്ടങ്ങളിലൊക്കെ ജർമ്മൻ ഫിലിം മേക്കിംഗ് വളരെയധികം വികസിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ കാലഘട്ടത്തിലെ ജർമ്മൻ ഫിലിം മേക്കിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ ചിത്രം വരയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു എക്സ്പ്രഷനിസത്തെ ഫിലിം മേക്കിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലമാണ്. എക്സ്പ്രഷനിസ്റ്റ് ഫിലിമിൻ്റെ ഒരു കാലഘട്ടമാണ് ജർമ്മൻ 1910-20 ജർമ്മൻ ഫിലിം എന്ന് പറയുന്നത്. അതിലൊക്കെ എക്സ്പ്രഷനിസത്തിൻ്റെ ഒരു പ്രത്യേകത എക്സ്പ്രസ് മാക്സിമം എന്നതാണ് അതിൻ്റെ വളരെ ചുരുങ്ങിയ വാക്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം. മാക്സിമം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിഹ്നങ്ങളിലൂടെ ഒക്കെ. അപ്പോൾ ഒരു ക്യൂബിസത്തിൻ്റെ ചില എലമെൻറ്റുകൾ കൂടെ അതിൽ വരുന്നുണ്ട്. ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിമുകളിൽ നമുക്ക് കാണാൻ പറ്റും. വിവിധങ്ങളായ സെറ്റിൽ വിവിധങ്ങളായ അർത്ഥതലങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിബറി 1919, where a character's internal state of mind is represented through set design and blocking. ഒരാളുടെ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിബറി എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫിലിമാണ്. ഈ ഒരു കാറ്റഗറിയിൽ പെട്ടുന്ന ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിമിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇതാണ്. ഒരു അസുഖം വരികയും ആ അസുഖത്തിന് മരുന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതുമൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫിലിമാണത്. ഇന്നത്തെ കാലത്തും ഇതിന് പ്രസക്തിയുണ്ട്. നമ്മുടെ ഈ കൊറോണ പാൻഡമിക്കിൻ്റെ COVID-19 കാലഘട്ടത്തിൽ കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ഒരു ഫിലിമാണത്. ഇത് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. സൗണ്ട്ലെസ് ഫിലിമാണ്, ടാക്കീസിൽ പെട്ടതല്ല. നിങ്ങളത് കാണാൻ ശ്രമിക്കണം. കുറച്ച് സമയമുള്ളൂ. ആ ഫിലിം നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ പറയാണ്. കുറച്ച് സമയം എടുത്തിട്ട് കാണുകയും അതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വായിക്കുകയും ചെയ്യണം. എന്നാൽ ആ ഫിലിം ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്നും അതിനെക്കുറിച്ച് എങ്ങനെ ഫിലിം കാണണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കിട്ടും. ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിബറി. അപ്പോൾ Mise-en-Scene എന്ന് ടോട്ടൽ പറഞ്ഞാൽ വിവിധങ്ങളായ അർത്ഥങ്ങളാണ് അതിനുള്ളത്. വ്യത്യസ്തമായ തലങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രഞ്ചിൽ അതിൻ്റെ അർത്ഥം പുട്ട് ഇൻ ദ സീൻ എന്നാണ്. ഇതിൻ്റെ മൊത്തം അബൌട്ട് ദ കോമ്പിനേഷൻ ഓഫ് എ ഷോർട്ട് സ്റ്റൈൽ ഓഫ് ദ ഫിലിം ആൻഡ് ആൾസോ ഇന്നർ മീനിങ് ഓഫ് ദ ഫിലിം. ഇത് ഇങ്ങനെയുള്ള 3 ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ടോട്ടൽ കടന്നു പോയിട്ടുള്ളത്. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. സെറ്റ് ഡിസൈൻ. ഇതിൽ വരുന്ന മറ്റൊരു ഫിലിം മേക്കിങ്ങിൻ്റെ ടെർമിനോളജിയിൽ വരുന്ന മറ്റൊരു പദമാണ് സെറ്റ് ഡിസൈൻ. നമുക്കറിയാവുന്നതാണ്. An important element of putting in the scene is set design. The setting of scene and the objects props visible in a scene. Setting in the scene എന്ന് പറയുന്നത് നമുക്കറിയാം. പുട്ടിങ് ഇൻ ദ സീൻ എന്നതാണല്ലോ Mise-en-Scene. അതിൽ Mise-en-Sceneലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെറ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഈ സെറ്റ് ഡിസൈൻ ദ സെറ്റിംഗ് ഓഫ് എ സീൻ ആൻഡ് ഒബ്ജക്ട്സ്. സീനിൽ വരുന്ന കുറേ ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. ഫിലിം കാണുമ്പം ഫിലിമിൻ്റെ ഫ്രെയിമിൽ വ്യത്യസ്തങ്ങളായ ഒബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒബ്ജക്റ്റുകളൊക്കെ മനഃപൂർവ്വം പുട്ട് ചെയ്യുന്നതാണ്, അവിടെ വെക്കുന്നതാണ്, അല്ലാതെ യാദൃച്ഛികമായി കടന്നു വരുന്നതല്ല. അതിൻ്റെ പിന്നിലൊക്കെ ആർട്ട് ഡയറക്ടേഴ്സ് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ മലയാളത്തിലെ ലൂക്ക എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. അതിലെ സെറ്റ് ഡിസൈനിങ് ഒന്ന് നോക്കേണ്ടി, ഒരു ആർട്ടിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫിലിമാണത്. അപ്പോൾ അതിലൊക്കെ ഓരോ വസ്തുക്കളും വളരെ
പ്രധാനപ്പെട്ടതാണ്. And the objects props visible in the scene. Set design can be used to amplify characters' emotion or the dominant mood, which has physical, social, psychological, emotional, economic, and cultural significance in film. നമുക്കറിയാം set design can be used to amplify character emotion. Why we are using set design in a film? In a film, we know that if the set is designed, character emotion may be amplified. ക്യാരക്ടറുടെ ഇമോഷൻ ആംപ്ലിഫൈ ചെയ്യും, അത് ശക്തമാകും. ഒരു പ്രത്യേക സെറ്റിൽ വെച്ചിട്ട് ഒരു പ്രത്യേക ഇമോഷൻ പുറപ്പെടുവിക്കുമ്പോൾ ഓഡിയൻസ്, പിന്നെ ഫിലിം വ്യൂവേഴ്സ് അതിനെ കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇമോഷനാണ് ഉണ്ടാവുക. ഓർ ദ ഡൊമിനന്റ് മൂഡ്, ക്യാരക്ടർ ഇമോഷൻ ആണല്ലോ ഡൊമിനന്റ് മൂഡ്, which has physical, social, psychological, emotional, economic and cultural significance in film. പിന്നെ ക്യാരക്ടർ ഇമോഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ഫിസിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ, എക്കോണമിക് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഇൻ ഫിലിം. സോ സെറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നെ ക്യാരക്ടർ ഇമോഷനെ സ്വാധീനിക്കും, അതേപോലെ തന്നെ വ്യൂവേഴ്സിനെ ആ ഒരു അവസരത്തിലേക്ക്, ആ ഒരു ഇതിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ മാമാങ്കം എന്ന ഫിലിം മലയാളത്തിലത്, അതിൻ്റെ സെറ്റ് ഡിസൈൻ വളരെ പ്രശസ്തമാണ്. അപ്പോൾ പഴയ കാലത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മാമാങ്ക മഹോത്സവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അതിൻ്റെ സെറ്റാണ്, അതിൻ്റെ ആ ഒരു ആംബിയൻസ് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഡിസൈൻ. നെക്സ്റ്റ്, lighting. Lighting is another important thing in Mise-en-Scène. The intensity, direction and quality of lighting can influence an audience understanding of characters, action, themes and mood. We could understand characters, actions, themes and mood with the intensity and direction and quality of the light. ലൈറ്റിംഗ് നന്നായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെയും അവരുടെ മൂഡിനെയും അവരുടെ ആക്ഷനൊക്കെ വളരെ വ്യക്തമായി കിട്ടും. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ക്യാൻ emphasize texture, shape, distance, mood, time of day or night, season, glamour. It affects the way colors are rendered, both in terms of hue and depth, and can focus attention on particular elements of the composition. വളരെ ഇമ്പോർട്ടൻ്റ്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ലൈറ്റും അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷെയ്ഡ്. ഇത് ക്യാൻ എംഫസൈസ് ടെക്സ്ചർ, എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എന്നത് ആ ഫ്രെയിമിലുള്ള സാധനത്തെ. ഷേപ്പ്, ഡിസ്റ്റൻസ്, ഒരാളുടെ ഡിസ്റ്റൻസ്, രണ്ടാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ ഒബ്ജക്ട്സുകൾ, പ്രോപ്സുകളൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് വ്യത്യസ്തമാക്കി തരും, നമുക്ക് മനസ്സിലാക്കി തരും ലൈറ്റ്സ്. മൂഡ് ഓഫ് ദ ഫിലിം. ടൈം ഓഫ് ഡേ ഓർ നൈറ്റ്, ടൈം പകലാണോ രാത്രിയാണോ, സീസൺ കാലം, പിന്നെ മഴക്കാലം, അങ്ങനെയൊക്കെയുള്ള ഓരോന്ന്. ഗ്ലാമർ, ആളുകളുടെ പിന്നെ വ്യക്തികളുടെ എല്ലാത്തിൻ്റെയും ഗ്ലാമർ. ഇറ്റ് അഫക്ട്സ് ദ വേ കളേഴ്സ് ആർ റെൻഡേഡ്, കളറുകൾ വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുന്നതൊക്കെ അതിനെയൊക്കെ സ്വാധീനിക്കുന്നു ലൈറ്റിംഗ്. ബോത്ത് ഇൻ ടേംസ് ഓഫ് ഹ്യൂ ആൻഡ് ഡെപ്ത്, അതിൻ്റെ പിന്നെ കളറിൻ്റെ ഒരു കളർ കൊടുക്കുന്നതിലുള്ള ഒരു പ്രയോഗമാണ് ഹ്യൂ ആൻഡ് ഡെപ്ത്. എത്ര മനോഹരമായിട്ട് അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യും ലൈറ്റ്. ആൻഡ് ക്യാൻ ഫോക്കസ് അറ്റൻഷൻ ഓൺ പെർട്ടിക്കുലർ എലമെൻറ്റ്സ് ഓഫ് ദ കോമ്പോസിഷൻ. ലൈറ്റിംഗ് ക്യാൻ അഫക്ട്സ് പെർട്ടിക്കുലർ എലമെൻറ്റ്സ് ഓഫ് കോമ്പോസിഷൻ. Highlights, for example, call attention to shapes and texture, while shadows often conceal things, creating a sense of mystery or fear. Highlights, പലപ്പോഴും നമ്മൾ ലൈറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ കോൾ അറ്റൻഷൻ ടു ഷേപ്സ് ഓഫ് ടെക്സ്ചർ, വ്യത്യസ്തമായ ഷേപ്പുകളിലേക്കും ടെക്സ്ചർ രൂപങ്ങളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. while shadows often conceal things, when lights are exposing things, shadows are concealing, ചിലതിനെ മറച്ചു വെക്കുന്നു. ആൻഡ് ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് മിസ്റ്ററി ആൻഡ് ഫിയർ. വൈൽ കൺസീലിംഗ് സംതിങ് ഇറ്റ് ക്രിയേറ്റ്സ് ഫിയർ ആൻഡ് മിസ്റ്ററി. ചിലത് മറച്ചു വെക്കുമ്പോൾ നമുക്ക് മിസ്റ്ററി ഉണ്ടാക്കുന്നു, ഫിയർ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ലൈറ്റിലൂടെ ചെയ്യുന്നതാണ്. ഫോർ ദിസ് റീസൺ ലൈറ്റിംഗ് മസ്റ്റ് ബി തറോലി പ്ലാൻഡ് ഇൻ അഡ്വാൻസ് ടു എൻഷ്യൂർ ഇറ്റ് ഇസ് ഡിസൈർഡ് ഇഫക്റ്റ് ഓൺ ആൻ ഓഡിയൻസ്. ഓഡിയൻസിൽ പിന്നെ കൃത്യമായ വിവരണം നൽകാൻ വേണ്ടിയിട്ട് ആദ്യമേ ഡിസൈൻ ചെയ്തതായിരിക്കണം നമ്മുടെ ലൈറ്റിംഗ്. Cinematographers play a big part of this process
as they coordinate the camera and the lighting. We know cinematographers, so cameraman, they are they are playing a big role in this process, and they coordinate the camera and the lighting. They are coordinating camera and lighting. വ്യത്യസ്തമായ തരത്തിലുള്ള ലൈറ്റ്സ് ഉണ്ട്. വലിയ ലൈറ്റുകളുണ്ട്, അതിന് മെയിൻ ലൈറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബേബീസ്, ചെറിയ ലൈറ്റ് വരുന്ന ലൈറ്റ്, പിന്നെ ബൾബ് ഉപയോഗിക്കുന്ന സാധനം നമ്മൾ ബേബീസ് എന്ന് പറയും, മെയിൻ ലൈറ്റ്സ് എന്ന് പറയും. ഇതിൽ ലൈറ്റിങ്ങിൽ മാത്രം ഡിഗ്രിയും ഒക്കെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് വലിയ സിനിമകളിലൊക്കെ. ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, സ്പേസ്. The representation of space affects the reading of a film. Depth, proximity, size, and proportions of the places and objects in a film can be manipulated through camera placement and lenses. Lighting, set design effectively determine mood or relationship between elements in the story world. Space means the representation of space affects the reading of a film. ഒരു സ്പേസ് പലപ്പോഴും റീഡിംഗ് ഓഫ് ഫിലിമിന് വളരെയധികം അതിൻ്റെ പ്രാധാന്യമുള്ളതാണ്. ഡെപ്ത്, പ്രോക്സിമിറ്റി, സൈസ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് പ്ലേസസ്, ഇതാണ് ഇതിൽ വരുന്നത്. ഡെപ്ത്, ചില സ്പേസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡെപ്ത് എത്ര. പ്രോക്സിമിറ്റി, അതിൽ അടുപ്പം ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള അടുപ്പം. സൈസ്, അതിൻ്റെ വലുപ്പം. ആൻഡ് ദ പ്രൊപ്പോർഷൻസ് ഓഫ് പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഇൻ എ ഫിലിം. പ്രൊപ്പോർഷനേറ്റ്ലി നമ്മൾ എങ്ങനെയാണ് ഇതിനെ വെച്ചിട്ടുള്ളത്, അതിൻ്റെ എത്രയാണത് ഉള്ളത്. ആൻഡ് ഓഫ് ദ പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഇൻ എ ഫിലിം ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ത്രൂ camera placement and lenses. It also manipulated by the camera places and lenses. By using lenses and camera we can manipulate these subjects. ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാമറ, ലെൻസസ്, ലൈറ്റിംഗ്, സെറ്റ് ഡിസൈൻ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫക്റ്റീവ്ലി ഡിറ്റർമൈൻ മൂഡ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി വേൾഡ്. പിന്നെ സ്റ്റോറി വേൾഡിലെ വ്യത്യസ്തമായിട്ടുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ മൂഡൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പേസ് ഫിലിമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. സ്പേസ് ക്യാമറയും ലെൻസൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അളവും അതിൻ്റെ വലിപ്പവും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. സ്പേസ് സിനിമ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്പേസിനനുസരിച്ചിട്ട് സ്പേസിൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള, വ്യക്തികൾ തമ്മിലുള്ള, അതേപോലെ പ്ലേസുകൾ, മീൻസ് രണ്ട് വസ്തുക്കൾ പ്ലേസ് ചെയ്യുന്നതിന് തമ്മിലുള്ളൊക്കെ ദൂരം ഒക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് സിനിമയിൽ. അതിനെ സ്ഥാപിക്കുന്നതിൽ എന്നുകൂടിയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പാർട്ട്, കോമ്പോസിഷൻ ഓഫ് ഫിലിം. It includes the organization of objects, actors, and space within the frame. One of the most important concepts with regard to the composition of a film is maintaining a balance of symmetry. This refers to having an equal distribution of light, color, and objects and all figures in a shot. Unbalanced composition can be used to emphasize certain elements of a film that the director wishes to be given particular attention to. This tool works because audience are more inclined to pay attention to something off balance as it may seem abnormal. കോമ്പോസിഷൻ നമുക്കറിയാം, ഫിലിം മേക്കിങ്ങിലെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതിനാണ് കോമ്പോസിഷൻ എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഓർഗനൈസേഷൻ ഓഫ് ഒബ്ജക്ട്സ്, ആക്ടേഴ്സ് ആൻഡ് സ്പേസ് വിത്തിൻ ദ ഫ്രെയിം. ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ സ്പേസ്, ആക്ടേഴ്സ്, മറ്റ് ഒബ്ജക്റ്റുകൾ ഉണ്ടാവും, നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള പ്രോപ്സ്, ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാമറയുടെ ഫ്രെയിമിലേക്ക് ഇതിനൊക്കെ കൊണ്ടുവരിക, അതിനൊക്കെ ഒരുമിച്ച് കൂട്ടുന്നതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുക. One of the most important concept with regard to the composition of a film is maintaining a balance of symmetry. Most important thing is balance of symmetry. നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു ക്യാമറ ഫ്രെയിം നമ്മളിങ്ങനെ കാണുക. ഒരു നായകൻ ഇങ്ങനെ വരുന്നു. നായകൻ വരുന്നത് ക്യാമറയിൽ ഏത് സൈഡിലാണ് കാണിച്ചിട്ടുള്ളത്? ഒരു ലെഫ്റ്റ് സൈഡിലൂടെയാണ്, ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഇങ്ങനെ, ക്യാമറ മീൻസ് ഫ്രെയിമിലെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നായകൻ കടന്നു വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ എന്താണുള്ളത്?
റൈറ്റ് സൈഡിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റും ഇത് തമ്മിലുള്ള ദൂരം ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നേരെ സെൻറ്ററിലൂടെ നായകൻ നടന്നു വരുമ്പോൾ രണ്ട് സൈഡിലുള്ളത് എന്താണ്? ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്രെയിമിലെ. ഇതാണ് കോമ്പോസിഷനിലൂടെ വരുന്നത്. ദിസ് റെഫേഴ്സ് ടു ഹാവിങ് ആൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ്. ഇതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ്, കളർ ആൻഡ് ഒബ്ജക്റ്റ് ആൻഡ് ഓർ ഫിഗേഴ്സ് ഇൻ എ ഷോർട്ട്. ഫിഗേഴ്സ്, പിന്നെ ഒബ്ജക്ട്സ്, കളർ, ഇതൊക്കെ വേണം. Unbalanced composition can be used to emphasize certain elements of a film that the director wishes to be given particular attention to. Unbalanced ആയിട്ടുള്ള composition വന്നു കഴിഞ്ഞാൽ പിന്നെ can be used to emphasize certain elements of a film. ചിലപ്പോഴൊക്കെ അത് ഉപയോഗിക്കലുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഫിലിമിൻ്റെ ചില സെർട്ടൻ എലമെൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ് ദ ഡയറക്ടർ വിഷസ് ടു ബി ഗിവൺ പെർട്ടിക്കുലർ അറ്റൻഷൻ ടു. അൺബാലൻസിങ്ങിന് കൂടി ചില അർത്ഥം പിന്നെ കൊടുക്കാൻ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സമയത്ത് ബാലൻസ്ഡ് അല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കലുണ്ട്. This tool works because audience are more licensed to pay attention to something off balance as it may seem abnormal. നമുക്കറിയാം, ദിസ് ടൂൾ വർക്ക്സ് ബിക്കോസ് ഓഡിയൻസസ് ആർ മോർ ഇൻക്ലൈൻഡ് ടു പേ അറ്റൻഷൻ ടു സംതിങ് ഓഫ് ബാലൻസ്. Nowadays we know that off balance is very freaky one. ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്കാണ്. എല്ലാ തരത്തിലും ബാലൻസ് ഇല്ലാതിരിക്കുക എന്നതാണ് ഇന്നത്തെ ഫ്രീക്ക്നെസ്സിൻ്റെ ഒരു അടയാളമായിട്ടുള്ളത്. പണ്ടത്തെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നായികമാരുടെ കോൺസെപ്റ്റിൽ നമുക്ക് വളരെ ക്ലീനായിട്ട് ഷേവ് ചെയ്ത് മുടിയൊക്കെ നന്നായി വാർന്നു വെച്ച് ചീകി വെച്ച് നടക്കുന്ന ഒരു നായിക നടനെയായിരുന്നു പണ്ട് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പിന്നെ വളരെ ഫ്രീക്കായി നടക്കുന്ന നായകന്മാർക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു കാലമാണ് പുതിയ കാലം. ഇന്നത്തെ ഫ്രീക്ക്നെസ് എന്ന് പറയുന്നത് ഓഫ് ബാലൻസ് ആണ്. ദർ ഇസ് നോ ബാലൻസ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ പിന്നെ ചാർലി എന്ന ഫിലിമിൽ ഉള്ള കോസ്റ്റ്യൂം എടുത്ത് നോക്കിയാൽ അതുവരെയുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഓഫ് ബാലൻസ് ആണ്. ചാർലി എന്ന ഫിലിമിൽ ദുൽഖർ സൽമാൻ ധരിച്ചിട്ടുള്ള പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഓഫ് ബാലൻസിലുള്ളതാണ്, ബാലൻസ് തെറ്റിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിനെ ഓഡിയൻസ് സ്വീകരിക്കുന്നു എന്നത്, അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് അബ്നോർമലായ കാര്യങ്ങളൊക്കെ ഓഡിയൻസ് സ്വീകരിക്കുന്നത് കൊണ്ട് ഫിലിം മേക്കേഴ്സ് അതൊക്കെ ഉപയോഗിക്കുന്നു എന്നത് ഇന്നത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. നെക്സ്റ്റ്, കോസ്റ്റ്യൂം, മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ. കോസ്റ്റ്യൂം സിംപ്ലി റിഫേഴ്സ് ടു ദ ക്ലോത്ത് ദാറ്റ് ക്യാരക്ടർ വിയർ. കോസ്റ്റ്യൂം നമുക്കറിയാം, അവരുടെ ഡ്രസ്സ് കാര്യങ്ങളാണ്. Costumes in narrative cinema are used to signify characters or to make clear distinctions between characters. ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ വ്യത്യസ്തമായ വകതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ്യൂം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് തന്നെ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഓരോ തരത്തിലുള്ള കോസ്റ്റ്യൂമാണ് ഓരോരുത്തർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ചില പിന്നെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു മേക്ക് ഓവർ നടത്തിയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. മൊത്തം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അയാൾ ഒരു ചെറിയൊരു മാറ്റം അതിലൂടെ വന്നിട്ടുണ്ടാവും ആ ഒരു കോസ്റ്റ്യൂമിലൂടെ. പിന്നെ ആ നടന് തന്നെ ഒരു മാറ്റം വന്നിട്ടുള്ള കോസ്റ്റ്യൂം ഉപയോഗിക്കും. അപ്പോൾ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഡ്രസ് കോഡ്, ഡ്രസ്സ് അതേപോലെ തന്നെ ആണതിൽ പ്രധാനം. പിന്നെ നമുക്ക് ചില ഫിലിമുകളൊക്കെ എടുത്ത് നോക്കിയാൽ അവരുപയോഗിച്ചിട്ടുള്ള കോസ്റ്റ്യൂമുകൾ അവരെ അതിലൂടെ പ്രശസ്തരാക്കിയിട്ടുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വേഷം പിന്നീട് ഫാഷനൊക്കെ ആയി വരുന്നത് അങ്ങനെയാണ്. മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ എസ്റ്റാബ്ലിഷ് ടൈം പീരിയഡ്, റിവീൽ ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആൻഡ് സിഗ്നൽ ചേഞ്ചസ് ഇൻ ക്യാരക്ടർ. ഇപ്പോൾ മാമാങ്കം എന്ന ഫിലിമിലെ മേക്കപ്പും അതേപോലെ ഹെയർ സ്റ്റൈലും ഒക്കെ ആ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ടൈം പീരിയഡ്, റിവീൽ ക്യാരക്ടർ ട്രെയ്റ്റ്സിനെ നമുക്ക് റിവീൽ ചെയ്ത് തരും. സിഗ്നൽ ചേഞ്ചസ് ഇൻ ക്യാരക്ടർ, മേക്കപ്പ് അയാളുടെ ക്യാരക്ടറിലെ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ടെക്നിക്കുകൾ സിനിമ മേക്കിങ്ങിൽ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്, അത് അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. Okay, thanks a lot. Let us wind up.
ഓക്കെ.